ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന 24 പരമ്പരയ്ക്ക് പിന്നാലെ കർശന നിരീക്ഷണവുമായി കൊച്ചി പോലീസ്. ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ ജയിലിൽ അടയ്ക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ 24നോട് പറഞ്ഞു. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ശക്തമായ പോലീസ് പരിശോധന ഉണ്ടാവുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. 24 ബിഗ് ഇമ്പാക്ട്. ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്ന വഴിയും ലഹരി കച്ചവടക്കാരെയും തുറന്നുകാട്ടി 24 സംരക്ഷണം ചെയ്ത ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന പരമ്പരയ്ക്ക് പിന്നാലെയാണ് കർശന നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ രംഗത്തിറങ്ങിയത്. ലഹരി കച്ചവടക്കാരെ കരുതൽ തടങ്കലിലടയ്ക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ 24നോട് പറഞ്ഞത്. നിലവിൽ 12 പേർക്കെതിരെ നടപടി ആരംഭിച്ചു. 7 പേരെ കരുതൽ തടങ്കലിലാക്കി. മൊത്തം നമ്മൾ 12 പിറ്റ് NDPS ആക്ടിൻ്റെ കീഴിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 7 പേർക്ക് ഓർഡറായി. അവരെല്ലാവരും പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ന്യൂ ഇയർ വരെ എല്ലായിടത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോലീസ് പ്രസൻസ് മറ്റു നടപടി ഈ NDPS ആക്ടിവിറ്റീസ്ക്കെതിരെ ഉണ്ടാകും. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുമെന്ന് ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങൾ 24നോട് തുറന്നു പറഞ്ഞിരുന്നു. മുൻപ് പോലീസ് പിടിയിലായ വനിത ഉൾപ്പെടെയാണ് ലഹരി പാർട്ടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നത്. നിലവിലെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നത് പോലെ ലഹരി കച്ചവടക്കാരെയും തുടർച്ചയായി നിരീക്ഷിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. പുതുവർഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി കൂടുതൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നും കമ്മീഷണർ പറഞ്ഞു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. എന്തായാലും ഈ ലഹരി ഇങ്ങനെ നമ്മുടെ നഗരങ്ങളിലേക്ക് ഒഴുക്കിവിടുന്ന ആളുകളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പോലീസിൻ്റെ മുൻകരുതലുകൾക്കൊപ്പം നമ്മുടെ രക്ഷകർത്താക്കളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളും ഇതിലൊക്കെ അടിതെറ്റി വീഴുന്നത്. കാര്യം ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കാൻ വലിയ പാടാണ്. ലഹരി കയറി കഴിഞ്ഞാൽ ഇത് ഇറക്കാൻ വലിയ പാടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു.